വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് ആൻഡ് ദെയർ അമെൻമെൻറ്റ്സ് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്. അപ്പോൾ ഇതിന് മുൻപുള്ള ക്ലാസ്സുകൾ കാണാൻ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, റൂൾ 16E തൊട്ടിട്ടാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ചാപ്റ്റർ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 3ൽ നമ്മൾ 16 ഡിസ്കസ് ചെയ്തതാണ്. റൂൾ 16 കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ് എന്നതായിരുന്നു റൂൾ 16. ഈ ചാപ്റ്റർ 3 റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നതാണ് ചാപ്റ്റർ 3 KCS റൂൾസിൻ്റെ ചാപ്റ്റർ 3 ഉള്ളത്. റൂൾ 16 തൊട്ട് 28 വരെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റൂൾ 16മായി ബന്ധപ്പെട്ട അതേ ഒരു സംഭവമാണ് സെക്ഷൻ 16 ഉള്ളത്. സെക്ഷൻ 16 ആർക്കൊക്കെ മെമ്പേഴ്സ് ആവാം എന്ന് പറയുന്ന കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റൂൾസ് പഠിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ സെക്ഷൻസ് പഠിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട റൂൾസ് ഏതാണെന്ന് കണ്ടെത്തി കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ അവിടെ കിട്ടാത്ത പോയിന്റുകൾ എന്തായാലും റൂളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം സെക്ഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതാണ് എന്ത് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റൂളിലാണ് ഈ ഒരു ഫോം നമ്പർ, അതുപോലെ തന്നെ ഫീസുകൾ, ഡേറ്റുകൾ, അങ്ങനത്തെ കൂടുതലും കാണപ്പെടുക എന്താണ് റൂളിലാണ്. അപ്പോൾ സെക്ഷൻസിലും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറഞ്ഞത്, ഉണ്ട്. അപ്പോൾ അതും രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം. സെക്ഷൻ മാത്രം പഠിച്ചു പോകരുത്, സെക്ഷൻസുമായി റിലേറ്റ് ചെയ്ത് റൂൾസും കൂടി കണ്ടെത്തി പഠിക്കുക. അപ്പം സെക്ഷൻസാണ് കുറവുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം സെക്ഷൻസ് അതുമായി ബന്ധപ്പെട്ട റൂൾസ് കണ്ടെത്തി പഠിക്കുക, പിന്നെ ബാക്കി റൂൾസ് ഒന്ന് മൊത്തം റിവിഷൻ ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ലോ പഠിക്കാൻ എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ റൂൾ 16 നോക്കുമ്പോൾ സെക്ഷൻ 16 എന്ത് തന്നെയാണ്, ഈ ഒരു അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട മെമ്പേഴ്സ് ആർക്കൊക്കെ മെമ്പേഴ്സ് ആവാം എന്ന് പറയുന്നതാണ് സെക്ഷൻ 16. അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ റൂൾ 16E തൊട്ടിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റിയിൽ അഫിലിയേഷൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. ഇവിടെ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. പുതുതായിട്ട് ന്യൂ 1A എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കൂട്ടിച്ചേർത്തു കേട്ടോ. ഒന്നാമത് പറയുന്നത് ആൻ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ സൊസൈറ്റി ഓർ അപ്പെക്സ് സൊസൈറ്റി ഷോൾ ബി ഇൻ ഫോം നമ്പർ 31. അപ്പോൾ അതൊരു നല്ല ക്വസ്റ്റനാണ്. ഫോം നമ്പർ 31ലാണ് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ സൊസൈറ്റി ഓർ അപ്പെക്സ് സൊസൈറ്റി കൊടുക്കുന്നത്. അപ്പൻഡിക്സ് 2 ഓഫ് ദീസ് റൂൾസിലാണ് അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷോൾ ബി സബ്മിറ്റഡ് ബൈ, എങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടത്, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടാണ്, വിത്ത് അക്നോളജ്മെൻറ്റ് ഡ്യൂയോട് കൂടി രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് ഓർത്തിരിക്കുക. പുതുതായി വന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ന്യൂ വന്നത് 1A ആണ്. 1A എന്ന് പറഞ്ഞാൽ ആപ്കോസിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടി ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളൂ. സെക്ഷൻസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഇവിടെ റൂൾസിൽ ഒന്നും കൂടി പ്രതിപാദിച്ചു. ഇൻ കേസ് ഓഫ് ആപ്കോസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ആപ്കോസ് എന്നത്. ഹാവിങ് എ റെഗുലർലി എലക്റ്റഡ് മാനേജിങ് കമ്മിറ്റിയുള്ള ഒരു ആപ്കോസിൻ്റെ കേസിൽ ഡൂയിങ് ദ ബിസിനസ് ഓഫ് മിൽക്ക് പ്രൊക്യൂർമെൻറ്റ്, അതുപോലെ തന്നെ സെയിൽസ് വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷനൊക്കെ കൺസിഡർ ചെയ്ത് ഏത് RCMPUവിന് കീഴിലാണ് എന്നതൊക്കെ നോക്കിയിട്ട് അവർ ദേ ഷോൾ അപ്ലൈ ഫോർ അഫിലിയേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം ടു ദെയർ റെസ്പെക്റ്റീവ് സെൻട്രൽ, ഏതാണ് സെൻട്രൽ സൊസൈറ്റി അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് അപ്പെക്സ് സൊസൈറ്റി ഏതാണെന്ന് കണ്ടെത്തി ഫോം നമ്പർ 31 അപ്പൻഡിക്സ് 2 ഓഫ് ദീസ് റൂൾസിൽ പറയുന്ന പോലെ ഷോൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അഫിലിയേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. ഷാൾ ബി സെൻഡ് ബൈ, എങ്ങനെ തന്നെയാണ് രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖാന്തരം തന്നെയാണ് സെൻഡ് ചെയ്യേണ്ടത്, വിത്ത് അക്നോളജ്മെൻറ്റ് ഡ്യൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് 16E പറയണത്. അപ്പോൾ 16E മാറ്റം വന്ന ഭാഗം ആപ്കോസുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത രണ്ടാമതായി പറയണത് ഇതിൽ മാറ്റമൊന്നുമില്ല, പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ പറയണത്. എന്നാലും നമുക്കൊന്ന് ഓടിച്ചു പോവാം. ദ കൺസേൺഡ് സെൻട്രൽ സൊസൈറ്റി ഓർ അപ്പെക്സ് സൊസൈറ്റി ഡിസ്പോസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷനൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് 8A സബ്സെക്ഷൻ 1 പ്രകാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8A പറയുന്നുണ്ട് അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞ സെക്ഷൻ 8A പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ സബ്സെക്ഷൻസിലായിട്ട് കുറേ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് 8A. അപ്പോൾ അത് 8A റെഫർ ചെയ്താൽ ഇതിൻ്റെ കൂടെയുള്ള ഫുൾ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഓൾറെഡി മേഡ് ടു സെൻട്രൽ സൊസൈറ്റി ഓർ അപ്പെക്സ് സൊസൈറ്റി ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദീസ് റൂൾസ്, ഈ റൂൾസ് വരുന്നതിന് മുന്നേ ആരെങ്കിലും അഫിലിയേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ട്. ഓൺ വിച്ച് നോ ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൺ ബൈ ദ കൺസേൺഡ് അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി. പക്ഷേ അപ്പെക്സ് സൊസൈറ്റിയോ കൺസേൺഡ് സെൻട്രൽ സൊസൈറ്റിയോ യാതൊരു ഡിസിഷൻസും എടുത്തിട്ടില്ല അതിന്മേലെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷോൾ ബി ഡീംഡ് ടു ഹാവ് ബി സബ്മിറ്റഡ് ആസ് പെർ ദീസ് റൂൾസ്. ഈ റൂൾസിന് അതീതമായി സബ്മിറ്റ് ചെയ്തതായിട്ട് പരിഗണിക്കണം എന്നാണ് പറയണത്. ഓക്കെ,
അപ്പോൾ എന്താ പറഞ്ഞത്, ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഓൾറെഡി ഒരു സെൻട്രൽ സൊസൈറ്റിക്കോ അപ്പെക്സ് സൊസൈറ്റിക്കോ അയച്ചിട്ടുണ്ട്. എന്തിനു മുമ്പേ, ഈ കമൻസ്മെൻറ്റ് ഓഫ് ദീസ് റൂൾസിന് മുന്നേ അയച്ചിട്ടുണ്ട്. പക്ഷേ അവർ നോ ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൺ ബൈ ദ കൺസേൺഡ് അപ്പെക്സ് സൊസൈറ്റി ഒരു സെൻട്രൽ സൊസൈറ്റി. യാതൊരു ഡിസിഷൻസും എടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് ഷാൾ ബി ഡീംഡ് ടു ഹാവ് സബ്മിറ്റഡ്. ഇപ്പോൾ ആസ് പെർ ദിസ് റൂൾ സബ്മിറ്റ് ചെയ്തതായിട്ട് പരിഗണിക്കണം എന്നാണ് ഇവിടെ 3 പറയുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് സൊസൈറ്റീസ് ഹൂസ് ആപ്ലിക്കേഷൻസ് ഫോർ അഫിലിയേഷൻ സ്റ്റാൻഡ് റിജക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദേ ഷോൾ ഹാവ് ദ റൈറ്റ് ടു അപ്പീൽ ബിഫോർ ദ RCS. അത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. അഫിലിയേഷൻ റിജക്റ്റ് ചെയ്താൽ നമ്മൾ ആർക്കാണ് പിന്നെ അപ്പീൽ കൊടുക്കേണ്ടത്? അപ്പീൽ കൊടുക്കുന്നത് രജിസ്ട്രാർക്കാണ്. ആസ് പെർ 8A സബ്സെക്ഷൻ 3 പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ ഈ ഭാഗത്ത് അപ്പോൾ 16 അവിടെ അവസാനിക്കുകയാണ്. 16F എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഭാഗം കൂട്ടിച്ചേർത്തു കേട്ടോ. ഈ 16F ഉണ്ടായിരുന്നില്ല, 16F ഇപ്പോൾ കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ അതിൽ എന്താണ് പറയണത് നോക്കാം. അത് ന്യൂ ആണ്, അമെൻമെൻറ്റിൽ പുതിയൊരു ഭാഗമാണ്. 16F പറയണത് എലിജിബിലിറ്റി കണ്ടീഷൻസ് ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് കമ്മിറ്റി ഓഫ് എ പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് ആപ്കോസ്. ആപ്കോസിൽ എന്താ പറയുക, ഒരു ആക്റ്റീവ് മെമ്പറായിട്ട് തുടരാൻ ഉള്ള എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്തെല്ലാം കണ്ടീഷൻസ് എലിജിബിൾ ആയാലാണ് ഒരു ആക്റ്റീവ് മെമ്പറായിട്ട് ഈ ആപ്കോസിൽ തുടരാൻ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി 16B സബ്സെക്ഷൻ 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 16B അതായത് സെക്ഷനിൽ കേട്ടോ, സെക്ഷൻ 16B പറയണത് ഇതിനെക്കുറിച്ചിട്ടാണ് ആപ്കോസിൽ. അപ്പോൾ അത് ജസ്റ്റ് നോക്കാം, എന്നിട്ട് നമുക്ക് അവിടുത്തെ ക്ലോസും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓൺലി ആൻ ആക്റ്റീവ് മെമ്പർ ഹാവിങ് ദ ക്വാളിഫിക്കേഷൻ സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 1 ഉള്ളവർക്ക് മാത്രമേ, 16B 1 പ്രകാരം ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് മാത്രമേ ആക്റ്റീവ് മെമ്പറായിട്ട് തുടരാൻ കഴിയുള്ളൂ. ഷോൾ ബി എലിജിബിൾ ടു ബിക്കം എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി, കമ്മിറ്റിയിൽ അംഗമാവാൻ കഴിയുള്ളൂ. അംഗമായിട്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അതുപോലെ തന്നെയാണ് ഈ PSC എന്താ പറയുക, ഇതിൽ ഒരു കണ്ടിന്യൂ ആസ് എ മെമ്പർ ഓഫ് സച്ച് കമ്മിറ്റി, ആ ഒരു കമ്മിറ്റിയിൽ ഒരു മെമ്പറായിട്ട് തുടരുന്നതിനും മെമ്പർ ആകുന്നതിനും 16B സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ ക്വാളിഫൈ ചെയ്യണം എന്നാണ് പറയണത് കേട്ടോ. അത്രയേ ഉള്ളൂ 16F പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, അതായത് എലിജിബിലിറ്റി കണ്ടീഷൻസ് ടു കണ്ടിന്യൂ ടു ബി ആക്റ്റീവ് മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് പ്രൈമറി ആനന്ദ് പാറ്റേൺ, പ്രൈമറി ആപ്കോസിലത്തെ കാര്യമാണ്. പ്രൈമറി ആപ്കോസിലെ കമ്മിറ്റി മെമ്പറായി തുടരുന്നതിനുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസിനെ കുറിച്ച് പറയണത് റൂള് 16F പുതിയതായിട്ട് കൂട്ടിച്ചേർത്തത്. അപ്പോൾ നമുക്ക് 16B സബ്സെക്ഷൻ 1 എന്താണ് പറയണതെന്ന് ഒന്ന് നോക്കാം. 16B എന്താ പറയണത് വെച്ചാൽ, 16B ഓൾറെഡി നമ്മുടെ സെക്ഷൻസിൽ 16B നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അമെൻമെൻറ്റ് വന്നപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. 16B എന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി കണ്ടീഷൻസ് ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ആൻ ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നതാണ് 16B തന്നെ കേട്ടോ. 16B എന്ന് പറഞ്ഞ സെക്ഷൻ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ക്രൈറ്റീരിയ എന്തൊക്കെയാണ് നമുക്കൊന്ന് വേഗം നോക്കാം. അതായത് 500 ലിറ്ററിൽ കുറയാത്ത, നോട്ട് പോറിങ് മിൽക്ക് നോട്ട് ലെസ് ദാൻ 500 ലിറ്റേഴ്സ് ആണ് കേട്ടോ. 500 ലിറ്ററിൽ കുറയാത്ത തരത്തിൽ എത്ര ദിവസം പാല് കൊടുക്കണം? 180 ഡേയ്സ്. 180 ഡേയ്സ് 180 ദിവസം പാല് കൊടുക്കണം ആർക്ക്? സൊസൈറ്റിക്ക്. അത് നോക്കിയിട്ടാണ് അങ്ങനെ ഡ്യൂറിങ് ദ പ്രിസീഡിങ് 12 മന്ത്സ്, ആ ഒരു 12 മന്ത്സിൻ്റെ ചാർട്ട് നോക്കി അല്ലെങ്കിൽ കണക്ക് നോക്കണം അല്ലേ. അത് അതായത് പ്രിസീഡിങ് 12 മന്ത്സിൻ്റെ നോക്കുമ്പം അങ്ങനെ തുടർച്ചയായിട്ട് കൊടുത്ത ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അതാണ് ക്രൈറ്റീരിയ നമ്പർ 1. ക്രൈറ്റീരിയ നമ്പർ പറയുന്നത് എന്താണ്? 500 ലിറ്ററിൽ കുറയാത്ത രീതിയിൽ പാല് കൊടുക്കണം, സൊസൈറ്റിക്ക് കൊടുക്കണം. എത്ര ദിവസം കൊടുക്കണം? 180 ഡേയ്സ് കൊടുക്കണം. 180 ഡേയ്സ് പാല് കൊടുക്കണം. കഴിഞ്ഞ 12 മന്ത്സിൻ്റെ ചാർട്ട് നോക്കും. തുടർച്ചയായിട്ട് ഉണ്ടാവണോ എന്ന് നോക്കാനാണ്. ഒരു മാസം കൊടുത്തു, ഒരു മാസം കൊടുത്തില്ല, അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഈ ഡേറ്റ് കംപ്ലീറ്റ് ചെയ്യണം, അപ്പോഴാണ് ക്രൈറ്റീരിയ നമ്പർ 1 ക്വാളിഫൈ ചെയ്യുള്ളൂ. ഇനി B എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 എന്ത് വേണം? പിന്നെ കറവ പശു വേണം, അല്ലെങ്കിൽ ബഫല്ലോ വേണം, ഒരെണ്ണെങ്കിലും വേണം. അതായത് വെറും പശു അല്ല, കറക്കുന്ന പശു വേണം, അതായത് പാൽ തരുന്നത് വേണം. മിൽച്ച് കൗ എന്നാണ് പറയണത്. അപ്പോൾ അത് കാറ്റിൽ ഷെഡ് വേണം, അവർക്ക് സ്വന്തമായിട്ടൊരു ഫാം വേണം, സെറ്റപ്പ് വേണം. ഒന്നെങ്കിൽ സ്വന്തം ഭൂമിയിലായിരിക്കണം, അല്ലെങ്കിൽ എന്തു ചെയ്യണം? ലീസ്ഡ് ലാൻഡിലായിരിക്കണം. അവരെ നോക്കാനും പരിപാലിക്കാനുള്ള അവസ്ഥകളെല്ലാം വേണമെന്ന് അർത്ഥം. അത് വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റിയുടെ ഉള്ളിലായിരിക്കും വേണം. വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും വേണം. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കണ്ടീഷൻസ് ആണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ, ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ആക്റ്റീവ് മെമ്പർ, ആപ്കോസിൽ
എന്തായാലും ഒരു ആക്റ്റീവ് മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ 16B പറയുന്നുണ്ട്, സബ്സെക്ഷൻ 1 തന്നെയുള്ളൂ. പിന്നെ 2 പറയുന്നത് ഓൺലി ആൻ ആക്റ്റീവ് മെമ്പർ സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ആൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ മെമ്പറായിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് 2 സബ്സെക്ഷൻ തന്നെയുള്ളൂ. സബ്സെക്ഷൻ 1 ഉണ്ട്, സബ്സെക്ഷൻ 2 ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 16F ഇപ്പോൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്തതായ കാരണം നിങ്ങൾ അതിനൊന്ന് പ്രാധാന്യം കൊടുക്കുക. ഈ 2 റെസ്ട്രിക്ഷൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ 2 ക്രൈറ്റീരിയനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കും വേണം. ഓക്കെ, ആപ്കോസുമായി ബന്ധപ്പെട്ട പ്രൈമറി ആപ്കോസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി റൂൾ 17ലേക്ക് കിടക്കാം നമുക്ക്. റൂൾ 17 എന്താ പറയണത്? റൂൾ 17 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ദ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ സർട്ടൻ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്. ചില ടൈപ്പ് ഓഫ് സൊസൈറ്റിയിൽ മെമ്പേഴ്സിന് അഡ്മിഷൻ കൊടുക്കുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെ കേസിലാണ് എന്ന് നോക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവുമല്ലോ. എല്ലാ സൊസൈറ്റിയിലും എല്ലാവർക്കും അംഗത്വം കൊടുക്കുമോ? ഇല്ല അല്ലേ. ചില റെസ്ട്രിക്ഷൻസ് ചില സൊസൈറ്റി, അത് അതിൻ്റെ പർപ്പസ്, അതിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചിരിക്കും. അവരുടെ മെമ്പേഴ്സ് എങ്ങനെ വേണം എന്ന് അവരുടെ ബൈലോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ മെമ്പേഴ്സിന് അലോട്ട് എടുക്കുക. അപ്പോൾ നോക്കാം എന്താണ് ഇതിൽ പറയണത്. ഇൻ എ സൊസൈറ്റി ഫോംഡ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ത്രൂ എ സ്പെസിഫൈഡ് ആക്ടിവിറ്റി. ഒരു സ്പെസിഫൈഡ് ആക്ടിവിറ്റി മൂലം എക്കണോമിക് ഇൻട്രസ്റ്റ്, അവരുടെ പ്രൊമോഷനും എക്കണോമിക് ഇൻട്രസ്റ്റിനും വേണ്ടി വർക്ക് ചെയ്യുന്ന സൊസൈറ്റി ആണെങ്കിൽ, അപ്പോൾ ആ ഒരു സൊസൈറ്റി ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ എനി പർട്ടിക്കുലർ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഘമാണെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആക്ടിവിറ്റി ചെയ്യുന്ന അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സൊസൈറ്റി ആണെങ്കിലോ, അത് അല്ലെങ്കിൽ എന്താണ് ഒരു ബെനഫിറ്റ്, ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലെ ബെനഫിറ്റ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഉണ്ടാവുമല്ലേ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രവാസികൾക്ക് ഇതുപോലെ കണ്ടിട്ടുണ്ട്. പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. പിന്നെ ഗവൺമെൻറ് എംപ്ലോയീസിന് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഓരോ വിഭാഗങ്ങൾക്കും അവരുടെ മെമ്പേഴ്സ് എന്തായാലും ആ ഒരു രീതിയിലുള്ളതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ സാധാരണ ഇപ്പം ഹാൻഡിക്രാഫ്റ്റ് അങ്ങനത്തെ ചെയ്യുന്ന കൈത്തൊഴിൽ മേഖലയിലുള്ള ആൾക്കാർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സൊസൈറ്റികൾ ഉണ്ടായിരിക്കും. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനത്തെ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ സൊസൈറ്റികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകിൽ തൊഴിൽപരമായിട്ട്, ജോലി സംബന്ധമായിട്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കറിൽ, അതായത് അവർക്ക് ഒരു കഴിവുണ്ടാവുമല്ലോ, ആ കഴിവിൽ ഊന്നിയിട്ടുള്ള സംഘടനകൾ. അപ്പോൾ ആ ഒരു പേഴ്സൺസിനാണ് അവിടെ. കയർ തൊഴിലാളികളാണെങ്കിൽ അപ്പോൾ കയർ തൊഴിലാളികൾക്കാണ് അവിടെ ഒരു മൂല്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ രീതിയിൽ അങ്ങനെയുള്ള സൊസൈറ്റി ആണെങ്കിലും, അപ്പം അങ്ങനെയുള്ള സൊസൈറ്റികളാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോ പേഴ്സൺസ് അതർ ദാൻ വൺ ഹൂ ഈസ് ലൈക്ലി ടു ബി ബെനഫിറ്റഡ് ഡയറക്ട്ലി ബൈ സച്ച് ആക്ഷൻ ഓർ ആൻ ആക്ച്വൽ വർക്കർ ഇൻ ദ ഇൻഡസ്ട്രി. അതായത് മറ്റ് ഇതര ഒരു വ്യക്തി, അവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല അല്ലേ. മറ്റൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇതിൽ വന്ന് മെമ്പർഷിപ്പ് എടുത്താൽ അയാൾക്ക് ഡയറക്റ്റായിട്ട് ഒരു ഗുണവും കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ എന്തില്ല, ഇവിടെ എൻട്രി ഇല്ല കേട്ടോ. നോ പേഴ്സൺ അതർ ദാൻ വൺ ഹൂ ഈസ് ലൈക്ലി ടു ബി ബെനിഫിറ്റഡ്, ഡയറക്റ്റായിട്ട് ബെനിഫിറ്റ് കിട്ടാത്ത വ്യക്തികൾ. അപ്പോൾ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ആൻ ആക്ച്വൽ വർക്കർ ഇൻ ദ ഇൻഡസ്ട്രി ഷാൾ ബി അഡ്മിറ്റഡ് ഇൻ എക്സസ് ഓഫ് ദ ലിമിറ്റ് ദാറ്റ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ ബൈലോസ് ഓർ ഇൻ ദ കേസ് ഓഫ് എക്സസ് ഓഫ് 10% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി. ടോട്ടൽ മെമ്പറിൽ 10% കൂടുതൽ എന്ത് വേണം, വേണം. അവരുടെ സ്പെസിഫൈഡ് ഏതിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അവരെ കൂടുതൽ അവർക്ക് പ്രാധാന്യം കൊടുക്കണം. തീരെ മറ്റുള്ളവരെ ചേർക്കില്ല എന്നല്ല പറയണത്, അവർക്കായിരിക്കും മുൻഗണന. ഓക്കെ, അപ്പോൾ അങ്ങനെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതാണ് റൂൾ 17 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂൾ 18ലേക്ക് കടക്കുമ്പോൾ എക്സ്പെൽഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് റൂൾ 18 പറയുന്നത്. പ്രൊസീജിയർ ഫോർ ദ എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ എക്സ്പെൽഷൻ്റെ കാര്യം പറയുമ്പോൾ എക്സ്പെൽഷൻ ഇത്തിരി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ എക്സ്പെൽഷൻ്റെ കാര്യം നമ്മൾ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ അടുത്താണ് അല്ലേ. സെക്ഷൻ 17 കിടക്കുന്നത്. സെക്ഷൻ 17 എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. സെക്ഷൻ 17 എന്താണ്, എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് ആണ്. അതൊന്ന് ഓർത്തിരിക്കണം, മറന്നു പോകാൻ പാടില്ല. എ മെമ്പർ ഹു ഹാസ് ആക്റ്റഡ് അഡ്വേഴ്സായിട്ട് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനെതിരെ വർക്ക് ചെയ്യുന്ന ആണ് ഒരു പ്രധാന കാരണം അല്ലേ. അത് ഒരു കാരണമാണ്. എക്സ്പെൽഷനുള്ളൊരു പ്രധാന റീസണാണ് എ മെമ്പർ ഹു ഹാസ് ആക്റ്റഡ് അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി, അല്ലെങ്കിൽ ഹാസ് ഫെയിൽഡ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള പോലെ പ്രൊവിഷൻസ് പാലിക്കാൻ പറ്റാതിരിക്കുക,
അങ്ങനെയുള്ള ആൾക്കാരെയാണ് മേ ബി എക്സ്പെൽഡ് ഫ്രം ദ സൊസൈറ്റി ആസ് പെർ സെക്ഷൻ 17 അഡോപ്റ്റിംഗ് ദ ഫോളോയിങ് പ്രൊസീജിയേഴ്സ്. താഴെ പറഞ്ഞ പ്രൊസീജിയേഴ്സിലൂടെയാണ് പുറത്താക്കൽ നയം. അപ്പോൾ ഈ ഒരു 2 ഫാക്റ്റും നിങ്ങൾ പ്രധാനമാണ് ഓർത്ത് വയ്ക്കണം. അപ്പോൾ 3 ഫാക്റ്റ് തന്നിട്ട് ഇതിലേതാണ് അല്ലാത്തത് അല്ലെങ്കിൽ ഉള്ളത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് അറിയണം അല്ലേ എന്തുകൊണ്ടാണ് എന്ത് ചെയ്താലാണ് എക്സ്പെൽ ചെയ്യുക, ഒരാളെ എക്സ്പെൽഷൻ നടത്തുക മെമ്പറെ. അപ്പോൾ എന്ത് ചെയ്താലാണ് എക്സ്പെൽഷൻ നടത്തുക എന്ന് വെച്ചാൽ എ മെമ്പർ ഹു ഹാസ് ആക്റ്റഡ് അഡ്വേഴ്സ്ലി ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി, അതൊരു റീസണാണ്. പിന്നെ അതുപോലെ തന്നെ ഹി ഹാസ് ഫെയിൽഡ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ബൈലോസ് ദെൻ ഹി മേ എക്സ്പെൽ ഫ്രം ദ സൊസൈറ്റി അല്ലേ, അതാണ് പ്രധാന കാരണം. അത് സെക്ഷൻ 70 പറയുന്നുണ്ട് കേട്ടോ. സെക്ഷൻ 70 എന്താ പറയണത്? ഇത് തന്നെ സബ്സെക്ഷൻ 1 ആയിട്ട് പറഞ്ഞത് എനി മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഹു ഹാസ് ആക്റ്റഡ് അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ഓർ ഹാസ് ഫെയിൽഡ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ബൈലോ മേ ബി എക്സ്പെൽഡ് അപ്പോൺ എ റെസല്യൂഷൻ ഓഫ് ദ ജനറൽ ബോഡി പാസ്ഡ് അറ്റ് എ സ്പെഷ്യൽ ജനറൽ മീറ്റിംഗ് കൺവെൻഡ് ഫോർ ദിസ് പർപ്പസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 2/3 മെജോറിറ്റി വേണം, ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 70 എക്സ്പെൻഷനുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് റെഫർ ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പറയണത്? ഈ 2 കാരണങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ കൂടാതെ സ്പെഷ്യൽ ജനറൽ ബോഡി കൂടിയിട്ട് വേണം എന്ത് ചെയ്യാൻ, റെസല്യൂഷൻ പാസ്സാക്കാൻ. റെസല്യൂഷൻ്റെ നോട്ട് ലെസ് ദാൻ 2/3 മെമ്പേഴ്സാണ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് ദ മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത് എക്സ്പെൽഷൻ്റെ റീസണിൽ കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി പ്രപ്പോസസ് ടു ബ്രിങ് എ റെസല്യൂഷൻ ഫോർ എക്സ്പെൽഷൻ, ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ എനി അതർ മെമ്പറിനെതിരെ വേറൊരു മെമ്പർ പ്രപ്പോസ് ചെയ്യുകയാണ് അല്ലേ, ഒരു റെസല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടി പ്രപ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് ഹി ഷാൾ ഗീവ് എ റിട്ടൺ നോട്ടീസ് ടു ചെയർമാൻ ഓഫ് ദ സൊസൈറ്റി, ചെയർമാന് റിട്ടൺ നോട്ടീസ് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി പ്രപ്പോസസ് ടു ബ്രിങ് എ റെസല്യൂഷൻ ഫോർ എക്സ്പെൽഷൻ ഓഫ് എനി അതർ മെമ്പർ, മറ്റൊരു മെമ്പർക്കെതിരെ റെസല്യൂഷൻ പാസ്സാക്കണമെന്ന് വേറൊരു വ്യക്തി, അതായത് സൊസൈറ്റിയിലെ മറ്റൊരു മെമ്പർ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ എന്താ വേണ്ടത്? ആദ്യത്തെ നടപടിക്രമം ഹി ഷാൾ ഗീവ് എ നോട്ടീസ്, റിട്ടൺ നോട്ടീസ് ടു ദ ചെയർമാൻ ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയിലെ ചെയർമാൻ റിട്ടൺ നോട്ടീസ് കൊടുക്കണം. ഈ ഒരു റെസിപ്റ്റ് നോട്ടീസ് കിട്ടിയതിന് ശേഷം ഓൺ റിസിപ്റ്റ് ഓഫ് സച്ച് നോട്ടീസ് ഓർ when the committee itself decided to bring in such a റെസല്യൂഷൻ ഇത് കമ്മിറ്റിയിൽ കൊണ്ടുവരാൻ അവർ തീരുമാനിക്കുന്നു. കമ്മിറ്റി എന്ത് ചെയ്യുന്നു? രജിസ്റ്റേർഡ് നോട്ടീസ് മെമ്പർക്ക് അയക്കുന്നു കേട്ടോ. ഈ ഒരു എക്സ്പ്ലനേഷനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ നോട്ടീസ്. ഓക്കെ. കമ്മിറ്റിയാണ് സെൻഡ് ചെയ്യുന്നത്. കമ്മിറ്റി ഷുൾ സെൻഡ് എ രജിസ്റ്റേർഡ് നോട്ടീസ് ടു ദ മെമ്പർ കൺസേൺഡ് ടു ഫർണിഷ് ഹിസ് എക്സ്പ്ലനേഷൻ, അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻസ് പറയാൻ പറഞ്ഞിട്ട് വിത്തിൻ 15 days ഈ ഒരു നോട്ടീസ് കിട്ടി 15 ദിവസത്തിനകം അവർ കമ്മിറ്റി അയക്കുകയാണ് കേട്ടോ. എക്സ്പ്ലനേഷൻ വാങ്ങും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്. ഒരു കാരണം ഉണ്ടാവുമല്ലോ ഇങ്ങനെ നമ്മളൊരാൾക്കെതിരെ എന്തെങ്കിലും പറയണമെങ്കിൽ. അപ്പോൾ ഓൺ ഒബ്റ്റെയിനിങ് ദിസ് എക്സ്പ്ലനേഷൻ ഈഫ് എനി ആൻഡ് ആഫ്റ്റർ ഹിയറിംഗ് ദ മെമ്പർ ഇൻ പേഴ്സൺ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ കേൾക്കാം. ഈ എക്സ്പ്ലനേഷൻ ലഭിച്ചതിന് ശേഷം ആഫ്റ്റർ ഗിവിംഗ് ദ കംപ്ലൈൻറ്റൻറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സബ്സ്റ്റാൻഷിയേറ്റ് ഹിസ് അലിഗേഷൻ ഓർ ആഫ്റ്റർ കൺസിഡറിങ് ഇൻ റിട്ടൺ റെപ്രസെൻറ്റേഷൻ സെൻഡ് ബൈ ദ മെമ്പർ, അല്ലെങ്കിൽ അലിഗേഷൻസിനെതിരെ അവർക്കൊരു കംപ്ലൈൻറ്റൻറ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് അലിഗേഷൻ തെളിയിക്കാനുള്ള കാര്യങ്ങൾ. അത് കമ്മിറ്റി അതിനുശേഷം ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കണോ വേണ്ടിയിരുന്നു, അതിനുശേഷം മാത്രമേ ഡിസൈഡ് ചെയ്യുള്ളൂ. അതിനുശേഷമാണ് ഇഫ് ദ കമ്മിറ്റി ഡിസൈഡ് ടു എക്സ്പെൽ ദ മെമ്പർ ഇറ്റ് എങ്ങനെ കൺവീൻ ചെയ്യണത്? സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടുകയും എന്ത് ചെയ്യുന്നു? അത് പറഞ്ഞുവല്ലോ, നമ്മുടെ 2/3 മെജോറിറ്റിയിൽ അവർ വോട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. വോട്ടിംഗ് ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എക്സ്പെൽഷൻ നടക്കുള്ളൂ. മറ്റുള്ളവരും കൂടി പിന്താങ്ങണം. ഒരാൾ മാത്രം തീരുമാനിച്ചാൽ എക്സ്പെൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്പെഷ്യൽ ജനറൽ ബോഡി കൂടി മെജോറിറ്റി വന്നാൽ മാത്രമേ ആ പ്രോസസ്സ് നടക്കുള്ളൂ. ഇഫ് ദ കമ്മിറ്റി ഡിസൈഡ് ടു എക്സ്പെൽ ദ മെമ്പർ ഇറ്റ് ഷോൾ കൺവീൻ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആഫ്റ്റർ ഇഷ്യൂയിങ് ഡ്യൂ നോട്ടീസ് അപ്പൻഡിങ് ദ അജണ്ട ആൻഡ് പ്ലേസ് ദ മാറ്റർ ബിഫോർ ഇറ്റ് ഫോർ എ ഡിസിഷൻ അണ്ടർ സെക്ഷൻ 17. അതിന് മുമ്പേ നോട്ടീസ് ഇഷ്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞത്. സ്പെഷ്യൽ ജനറൽ ബോഡിക്ക് വേണ്ടിയിട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. അവരുടെ അജണ്ടയും പ്ലേസും ഈ മാറ്റർ എന്താണ് അതൊക്കെ അതിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. വ്യക്തമാക്കിയതിന് ശേഷം മാത്രമാണ് ഒരു കമ്മിറ്റി കൂടുന്നത്. അതാണ് പറയണത്. അതാണ് എക്സ്പെൽഷൻ്റെ നടപടിക്രമത്തെക്കുറിച്ച് പറയണത്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഒരു മെമ്പറിനെ പുറത്താക്കുന്നത്? അതൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ അത് പറയുന്നത് റൂൾ 18-ലും സെക്ഷൻ 17-ലുമാണ്. പിന്നെ ഒരാൾ അത് തീരുമാനിച്ചു അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് റിട്ടേൺ നോട്ടീസ് കൊടുക്കേണ്ടത്? ചെയർമാനാണ് കൊടുക്കേണ്ടത്. അത് കൂടാതെ പിന്നെ സെക്ഷനുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഏത് ജനറൽ ബോഡിയാണ് വിളിച്ചു ചേർക്കേണ്ടത്? എക്സ്പെൽഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ജനറൽ ബോഡിയാണ് വിളിച്ചു ചേർക്കേണ്ടത്. റെസല്യൂഷൻ പാസ്സാക്കണോ വേണം? ഈ റെസല്യൂഷൻ മെജോറിറ്റി പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ.
2/3 മെമ്പേഴ്സ് ടോട്ടൽ മെമ്പേഴ്സ് നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് ദ മീറ്റിംഗ് വേണം, വോട്ട് ചെയ്യണം. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, ഇതൊരു കൺവീൻഡ് ഫോർ ദിസ് പർപ്പസിന് വേണ്ടിയിട്ട് കൂടിയ ജനറൽ ബോഡിയാണ്. ഓക്കെ. പിന്നെ മറ്റാൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഭാഗം പറയാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് എന്ന് സബ്സെക്ഷനിൽ പറയുന്നുണ്ട്. അല്ലാതെ എക്സ്പെൽ ചെയ്യില്ല. അവരുടെ ഭാഗം കേൾക്കാതെ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കില്ല. തീർച്ചയായിട്ടും ഈ ഒരു ആവശ്യപ്പെട്ട ആൾക്ക് ഒരു അലിഗേഷൻ തെളിയിക്കാനുള്ള അവസരം കൊടുക്കും. അതുപോലെ തന്നെ മറ്റാൾക്കും അതിനെക്കുറിച്ചിട്ടുള്ളൊരു ന്യായീകരണം ഉണ്ടാവുമല്ലോ, അത് കേൾക്കാനുള്ളൊരു അവസരം കൊടുക്കും. അതിനുശേഷം മാത്രമേ എക്സ്പെൽഷൻ നടക്കുള്ളൂ. പിന്നെ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയ വിവരം ഈ ഒരു മെമ്പറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വിത്തിൻ എ പീരിയഡ് ഓഫ് 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിങ് ദ റെസൊല്യൂഷൻ. ഈ റെസൊല്യൂഷൻ പാസ്സാക്കി ഇന്ന കാരണങ്ങൾ കൊണ്ട് പാസ്സാക്കി എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തിനെ അറിയിക്കും വേണം വിത്തിൻ 15 days. ഇത് കൂടിയതിന് ശേഷം 15 daysനുള്ളിൽ അദ്ദേഹത്തിനെ അറിയിക്കണം. പിന്നെ എക്സ്പെൽഷൻ ഫ്രം മെമ്പർഷിപ്പ് മേ ഇൻവോൾവ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ മെമ്പറും ആ സമയത്ത് നടക്കും. അവരുടെ ഷെയർ കണ്ടുകെട്ടപ്പെടും. ഇനി അതുപോലെ തന്നെ റീഅഡ്മിഷൻ്റെ കാര്യം പറയണത് ഫോർ എ പീരിയഡ് ഓഫ് 1 year അല്ലേ, ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് എക്സ്പെൽഷൻ കഴിഞ്ഞിട്ട് ഫോർ എ പീരിയഡ് ഓഫ് 1 year കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക, പിന്നെ എലിജിബിൾ ആവുള്ളൂ, റീഅഡ്മിഷന് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ കൊടുക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പോയിന്റുകൾ അത് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, റൂളിൽ ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പഠിക്കുമ്പോൾ എക്സ്പെൽഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എക്സ്പെൽഷൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. 18A ഒമിറ്റഡ് ആണ്. സോ നമുക്ക് അവിടെ ഒന്നും പഠിക്കാനില്ല. 18 റൂൾ 18A ഒമിറ്റഡ് ഭാഗമാണ്. അപ്പോൾ അവിടെ നമുക്കൊന്നും പഠിക്കാനില്ല. ഇനി നമുക്ക് അടുത്ത ഭാഗം ഏതാണെന്ന് നോക്കാം കേട്ടോ. അടുത്ത ഭാഗം വോട്ടിംഗ് ആണ്. റൂൾ 19 വോട്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. എന്താണ് റൂൾ 19 വോട്ടിങ്ങിൽ പറയണത്? അപ്പം അവിടെ റൂൾ 19 ആകുമ്പോൾ ഇവിടെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്ഷനിൽ എവിടെയാണ് പറയണത്? സെക്ഷനിൽ 20 പറയുന്നത് കേട്ടോ. സെക്ഷൻ 20 ആണ് വോട്ട്സ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മറ്റത് കുറച്ച് കയറിയിട്ടാണ് നിന്നായിരുന്നത്. ഇപ്പോൾ കുറച്ച് 19 കഴിഞ്ഞിട്ട് 20 ആയിട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി കമ്പയർ ചെയ്ത് പഠിക്കണം. റൂൾ 19 വോട്ടിംഗ്, ഇവിടെ റൂൾ 20 വോട്ട്സ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറയണത്. വോട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ a member shall be deemed to have exercised his right to vote an election of the committee of society if he expresses the choice in favor of such number of members as are to be elected or in favor of lesser number of persons to be elected എന്നാണ് പറഞ്ഞിട്ടുള്ളത്. A member shall be deemed to have exercised his right to one vote at an election of the committee of the society if he expresses the choice in favor of such number of persons as are to be elected or in favor of a lesser number of persons to be elected. അപ്പോൾ റൂൾ 19 വോട്ടിങ്ങിൽ പറയുന്നത് സൊസൈറ്റിയുടെ കമ്മിറ്റിയുടെ തിരഞ്ഞെടുക്കപ്പെടേണ്ട ആളുകളുടെ എണ്ണത്തിന് അനുകൂലമായി, അതങ്ങനെ ഒരു ക്ലോസ് ആണ്, കുറച്ച് നമുക്ക് മനസ്സിലാവാത്തൊരു ഭാഷയിലാണ് കൊടുത്തിട്ടുള്ളത്, ആ ഒരു കൺഫ്യൂഷൻ വരുന്ന പോലെ. അപ്പം നമ്മൾ മലയാളം കൂടി ഒന്ന് ജസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. സൊസൈറ്റി കമ്മിറ്റിയുടെ തിരഞ്ഞെടുക്കപ്പെടേണ്ട ആളുകളുടെ എണ്ണത്തിന് അനുകൂലമായിട്ട് വോട്ട്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട ആളുകളുടെ എണ്ണത്തിൽ കുറവുള്ളവരുടെ എണ്ണത്തിന് അനുകൂലമായിട്ട് ഒരംഗം തൻ്റെ ഒരു വോട്ടിനുള്ള അവകാശം വിനിയോഗിച്ചതായി കണക്കാക്കുമെന്നാണ് ഇത് വോട്ടിങ്ങിൽ പറഞ്ഞത്. ഓക്കെ, വോട്ടിംഗ് അത്രേ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ റൂൾ 20 പറയണത് പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് ടു അക്വയർ റൈറ്റ് ഓഫ് എ മെമ്പർ. ഒരു മെമ്പർ ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒന്ന് അടയ്ക്കണമല്ലോ, പേയ്മെൻറ്റുകൾ നടത്തണമല്ലോ, അപ്പോൾ മാത്രമല്ല ഒരു മെമ്പർ ആവുള്ളൂ. ടു അക്വയർ റൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അടയ്ക്കേണ്ടത്? ദ പേയ്മെൻറ്റ് ടു അക്വയർ റൈറ്റ് ഓഫ് എ മെമ്പർഷിപ്പ് ഷാൾ ഇൻക്ലൂഡ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 3 പഠിച്ചിരിക്കണം. അഡ്മിഷൻ ഫീസ് അടയ്ക്കണം, സബ്സ്ക്രിപ്ഷൻ ടു ഷെയർ ക്യാപിറ്റൽ അടയ്ക്കണം, എനി അതർ പേയ്മെൻറ്റ്സ് റിക്വയർഡ് ടു ബി മെയ്ഡ് അണ്ടർ ദ ബൈലോസ്. ഇനി ബൈലോസിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി അടയ്ക്കണം കേട്ടോ. അപ്പോൾ അത് 3 ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്, ചിലപ്പോൾ ചോദിക്കാം. 4ാമത്തെ വേറൊരു സാധനം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസോ പിന്നെ ഇതിലൊന്നും അല്ലാന്നോ നൺ ഓഫ് ദീസോ ഏതെങ്കിലും കൊടുക്കാം. അപ്പോൾ അഡ്മിഷൻ ഫീസ് അടയ്ക്കണം, സബ്സ്ക്രിപ്ഷൻ ടു ഷെയർ ക്യാപിറ്റൽ അടയ്ക്കണം, എനി അതർ പേയ്മെൻറ്റ്സ് റിക്വയർഡ് ടു ബി മെയ്ഡ് അണ്ടർ ദ ബൈലോസ് അടയ്ക്കണം. ഇതെല്ലാം പറയണത് റൂൾ 20 എന്നൊന്നും കൂടി ഓർത്തിരിക്കണം. അപ്പോൾ റൂൾ 20 ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിഷൻ ഫീ അടയ്ക്കണം, സബ്സ്ക്രിപ്ഷൻ ടു ഷെയർ ക്യാപിറ്റൽ അടയ്ക്കണം, എനി അതർ പേയ്മെൻറ്റ്സ് റിക്വയർഡ് ടു ബി മെയ്ഡ് അണ്ടർ ദ ബൈലോസും അടയ്ക്കണം. ഓക്കെ, അതാണ് റൂൾ 20 പറഞ്ഞത്. ഇനി റൂൾ 21 കിടക്കുകയാണെങ്കിൽ വാല്യുവേഷൻ ഓഫ് ഷെയർസ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ. ഒരു ഡിസീസ്ഡ് മെമ്പറിൻ്റെ
ഷെയർസ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നതെന്ന് നോക്കാം. റൂൾ 21 ആണ് പറയണത്. ഇഫ് എ മെമ്പർ ഡൈസ് മരിച്ച ആൾക്കാരുടെയാണ് ഈ ഒരു ഷെയറിൻ്റെ വാല്യുവേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്, മരണപ്പെട്ട മെമ്പേഴ്സിൻ്റെ. ഇഫ് എ മെമ്പർ ഡൈസ് ദ സം റെപ്രസെൻറ്റിംഗ് ദ വാല്യൂ ഓർ ഹിസ്, അദ്ദേഹത്തിൻ്റെ ഷെയർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് ദ സൊസൈറ്റി പേയബിൾ ടു ഹിസ് നോമിനി, അദ്ദേഹത്തിൻ്റെ ലീഗൽ നോമിനി ഹെയേഴ്സ് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് കൈമാറും. അത് ഏതെല്ലാം രീതിയിലാണ്, അതിൻ്റെ നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എ സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ ഇറ്റ് ഷാൾ ബി ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ സൊസൈറ്റി ഇൻ റെസ്പെക്റ്റ് ഓഫ് സച്ച് ഷെയർ ഓർ ഇൻട്രസ്റ്റ്, അവർ ശരിക്കും സ്വീകരിച്ച എമൗണ്ട്. ഓക്കെ, ഇനി ലിമിറ്റഡ് ലയബിലിറ്റിയുടെ കേസിലാണെങ്കിൽ ഇറ്റ് ഷാൾ ബി ദ എമൗണ്ട് അറൈവ്ഡ് അറ്റ് ബൈ എ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ ദ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടാവുമല്ലോ സൊസൈറ്റിക്ക്, അത് ലാസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള വാല്യുവേഷൻ എമൗണ്ട് ആണ് കൊടുക്കുക. പ്രൊവൈഡഡ് ദാറ്റ് ദ എമൗണ്ട് സോ അസർട്ടൈൻഡ് ഷാൾ നോട്ട് എക്സീഡ് ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ സൊസൈറ്റി ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർ ഓർ ഇൻട്രസ്റ്റ്. അതെന്തല്ല, അത് ആക്ച്വൽ എമൗണ്ട് ക്കാളും കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഷാൾ നോട്ട് എക്സീഡ് ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ സൊസൈറ്റി ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ലിമിറ്റഡ് ലയബിലിറ്റിയുടെ കേസിലാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നോക്കി വെക്കണം കേട്ടോ. ആ രണ്ട് കേസ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. വാല്യുവേഷൻ ഓഫ് ഷെയർസ് ഓഫ് ഡിസീസ്ഡ് മെമ്പറിൻ്റെ കേസിലാണെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആണെങ്കിൽ ഇറ്റ് ഷോൾ ബി ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ സൊസൈറ്റി, ആ സമയത്ത് സ്വീകരിച്ച എമൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ്. ഇനി ലിമിറ്റഡ് ലയബിലിറ്റിയുടെ കേസിലാണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ലാസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ളതിനനുസരിച്ച് വാല്യൂ ചെയ്യണം. പക്ഷേ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഷാൾ നോട്ട് എക്സീഡ് ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ സൊസൈറ്റി ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർ ഓഫ് ഇൻട്രസ്റ്റിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ അടുത്തത് പറയുന്നത് റൂൾ 22 ആണ് പറഞ്ഞത്. റൂൾ 22 ഷെയർസ് നോട്ട് ടു ബി ഹൈപ്പോത്തിക്കേറ്റഡ് ടു സൊസൈറ്റി ആണ്. ദ ഷെയർസ് ഓഫ് സൊസൈറ്റി ഷാൾ നോട്ട് ബി ഹൈപ്പോത്തിക്കേറ്റഡ് ടു ദാറ്റ് സൊസൈറ്റി ഓർ എനി അതർ സൊസൈറ്റി ബൈ ദ മെമ്പേഴ്സ് ആസ് എ സെക്യൂരിറ്റി ഫോർ എ ലോൺ. ഒരു ലോണിന് വേണ്ടിയിട്ട് ഈ ഷെയർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹൈപ്പോത്തിക്കേഷൻ നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഷെയർസ് നോട്ട് ടു ബി ഹൈപ്പോത്തിക്കേറ്റഡ് ടു സൊസൈറ്റി, സൊസൈറ്റിയുടെ ഷെയർസ് ഒരിക്കലും ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തിട്ട് എമൗണ്ട് മേടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഹൈപ്പോത്തിക്കേറ്റഡ് ടു ദാറ്റ് സൊസൈറ്റി, അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഓർ എനി അതർ സൊസൈറ്റി ബൈ ദ മെമ്പേഴ്സിന് അതങ്ങനെ ഒരു സെക്യൂരിറ്റി ഫോർ എ ലോണിന് കൊടുക്കാൻ പറ്റില്ല. ഈ ഷെയർ ഒരിക്കലും വെച്ചിട്ട് നമുക്ക് ലോണിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, ഹൈപ്പോത്തിക്കേഷൻ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ 22 ഇത് പറയണത് കേട്ടോ. ഓക്കെ, ഇനി റൂൾ 23 നോക്കുകയാണെങ്കിൽ നോമിനേഷൻ ഓഫ് എ ഹയറിനെ സംബന്ധിച്ചിട്ടാണ്. 25 ഇനി അമെൻമെൻറ്റ് വരുന്നത് കേട്ടോ. ബാക്കിയൊക്കെ പഴയ ഫാക്ട് തന്നെയാണ്. 25 ഇനി അമെൻമെൻറ്റ് വരുന്നത്. ഓക്കെ, റൂൾ 23 എന്താ പറയണത്, നോമിനേഷൻ ഓഫ് എ ഹയർ ആണ്. നോമിനേഷൻ ഓഫ് എ ഹയർ ആണ് റൂൾ 23 പറയണത്. റൂൾ 23 സബ്സെക്ഷൻ 1 പറയണത് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി മേ നോമിനേറ്റ് എ പേഴ്സൺ ടു ഹൂം ഇൻ ദ ഇവൻറ്റ് ഓഫ് ഹിസ് ഡെത്ത് ഹിസ് ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആളെ നോമിനേറ്റ് ചെയ്യാം. ഓർ ദ വാല്യൂ ദെയറോഫ് ഓർ എനി അതർ മണീസ് ഡ്യൂ ടു ഹിം ബൈ ദ സൊസൈറ്റി ഷാൾ ബി പെയ്ഡ്. എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം അല്ലേ. സച്ച് മെമ്പർ മേ ഫ്രം ടൈം ടു ടൈം വാരി ഓർ റിവോക്ക് സച്ച് നോമിനേഷൻ ആൻഡ് എനി അതർ നോമിനേഷൻ മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് റൂൾസ് പ്രകാരമായിരിക്കണം എന്ത് ചെയ്യാൻ പറ്റണം, ഇങ്ങനെ നോമിനേഷൻസ് ഒക്കെ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. ഇനി നോമിനേഷൻ ഈ ഒരു പർപ്പസിൽ നോമിനേഷൻ നടത്തുമ്പം റൈറ്റിംഗ് സൈൻഡ് ബൈ ദ മെമ്പർ വേണം. റൈറ്റിംഗ് സൈൻഡ് ബൈ ദ മെമ്പർ മേക്കിംഗ് ഇറ്റ് അറ്റസ്റ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 2 വിറ്റ്നസ്സസ് അറ്റസ്റ്റ് ചെയ്യണം. ഈച്ച് ഓഫ് ഹൂം ഹാസ് സീൻ ദ മെമ്പർ സൈനിങ് ഇറ്റ്. അവർ ഒപ്പിടുന്നത് കാണണം, മുമ്പിലാണ് വിറ്റ്നസ് ചെയ്തിട്ടാണ് അവർ ഒപ്പിടുന്നത്. പിന്നെ രജിസ്റ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് എ സൊസൈറ്റി കെപ്റ്റ് ഫോർ ദ പർപ്പസ്. അത് ബുക്സിൽ പിന്നെ ഉണ്ടായിരിക്കും. രജിസ്റ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ സൊസൈറ്റി കെപ്റ്റ് ഫോർ ദ പർപ്പസ്. ഈ ഒരു പർപ്പസിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് നോമിനേഷൻ കേട്ടോ.